ഇരവിപുരം റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് കൊല്ലം ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 6 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് 3 വർഷമായെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇരവിപുരം റെയിൽവേ മേൽപ്പാലത്തിന്റെ പണി എവിടെയും എത്തിയിട്ടില്ലെന്നും അതുകൊണ്ട് പണി എത്രയും വേഗം പൂർത്തിയാക്കാൻ അധികാരികൾ ശ്രമിക്കണമെന്നും കൊല്ലം ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. റോഡ് അടയ്ക്കുന്ന കാര്യത്തിൽ കാണിച്ച ശുഷ്കാന്തിയൊന്നും പണി പൂർത്തിയാക്കുന്നതിൽ ഇല്ല എന്നും ഇനി കൂട്ടിക്കട റെയിൽവേ മേൽപ്പാലം കൂടി പണിക്കായി അടച്ചിടാൻ പോവുകയാണെന്നും റിപ്പോർട്ടുണ്ട്. അതോടെ ഗതാഗതക്കുരുക്ക് ജില്ലയുടെ തെക്കൻ മേഖലയിൽ സമ്പൂർണ്ണമാകുമെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്കും മറ്റും പോകാനുള്ളവർ അവിടെ നിന്ന് ടോപ്പ് ചെയ്യുന്നു മാത്രം. അതിൻ്റെ പേരിൽ 5000 രൂപ വരെ പിഴ അടിക്കും എന്നാണ് ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. ഇതിൽ നിന്ന് എന്ത് മിച്ചം വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അവർക്ക് അറിയാം. ഇനി 5000 രൂപ പിഴ കൊടുത്തും കൂടി ഞങ്ങൾ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ലാത്ത കാര്യമായിട്ട് മാറും. ഇതുവരെ പോലീസ് അധികാരികൾ അങ്ങനെ ചെയ്തിട്ടില്ല, മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളൂ. അതിന്റെ പ്രായോഗിക വശം അവർക്ക് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. ജനങ്ങൾക്ക് സൗകര്യപ്രദമായ വിധത്തിൽ ഒരു സർവീസ് ചില അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നതിനുള്ളൂ. ഗതാഗതക്കുരുക്കുള്ള സമയത്തോ ഇത് ചെയ്യരുതെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. 1 മണിക്കൂർ റെയിൽവേ ഗേറ്റ് അടഞ്ഞുകിടന്നാൽ തന്നെ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഏതാണ്ട് 10ഓളം ബസ്സുകളാണ് ഇരവിപുരവുമായി നേരിട്ട് ബന്ധപ്പെട്ട സർവീസ് നടത്തിവരുന്നത്. പല സർവീസുകളും നഷ്ടം മൂലം നിർത്തിവെക്കേണ്ട സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. പ്രശ്നപരിഹാരത്തിനായി അസോസിയേഷൻ, MP, MLA, റെയിൽവേ അധികാരികൾ എന്നിവരെ നേരിട്ട് പലതവണ ബന്ധപ്പെട്ടിട്ടും നാളിതുവരെ യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇരവിപുരം മേൽപ്പാലത്തിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഇരവിപുരം കാവൽപ്പുര റോഡ് എത്രയും വേഗത്തിൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കണമെന്നും അല്ലാത്തപക്ഷം നഗരത്തിൽ സർവീസ് നടത്തുന്ന സിറ്റി സർവീസുകൾ സർവീസ് നിർത്തിവെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. 3-4 മാസത്തിനെങ്കിലും തുറന്നു കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ആവശ്യവും അത് തന്നെയാണ്. എത്രയും വേഗത്തിൽ തുറന്നു കൊടുക്കണം. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അല്ലെങ്കിൽ ശക്തമായ ശ്രമത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മുന്നറിയിപ്പ്. വാർത്താ സമ്മേളനത്തിൽ കൊല്ലം ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ലോറൻസ് ബാബു, വൈസ് പ്രസിഡന്റുമാരായ കുമ്പളത്ത് രാജേന്ദ്രൻ, B. ബാലചന്ദ്രൻ പിള്ള, J. ശ്രീകുമാർ, ജോയിന്റ് സെക്രട്ടറിമാരായ D. മഞ്ജുദാസ്, രാധാകൃഷ്ണപിള്ള, ട്രഷറർ V. ശശിധരൻ പിള്ള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.